അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നേതാക്കൾക്ക് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകുമാറാവട്ടെ. അവരുടെ കീഴിലായി ഒരുപാട് കാലം ദീനിന് ഖിദ്മത്ത് ചെയ്യാനുള്ള ഭാഗ്യം നമുക്കും അല്ലാഹു തആല നൽകുമാറാവട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ അവരെയും നമ്മയും എല്ലാവരെയും അല്ലാഹു തആല ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പറഞ്ഞു വന്നത് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിന്റെ ഒന്ന് രണ്ട് വാക്കുകളാണ്. ഇവിടെ കാന്തപുരം ഉസ്താദിനെ കുറിച്ച് പറയുമ്പോൾ ഈ വീഡിയോയ്ക്ക് താഴെയും ഒരുപാട് കമന്റുകൾ വരാൻ സാധ്യതയുണ്ട്. നല്ല കമന്റുകളല്ല, ഉസ്താദിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഉസ്താദിനെ തെറി പറഞ്ഞുകൊണ്ടുള്ള കമന്റുകൾ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ തെറി കമന്റ് ഇടുന്ന ആളുകളോട് ഒന്നേ എനിക്ക് പറയാനുള്ളൂ, നിങ്ങൾ ഇവിടെ ഈ കമന്റ് ഇടുന്ന സമയത്തും ഉസ്താദ് അവിടെ ദീനി ഖിദ്മത്തിലാണ്. ഉസ്താദ് പാവങ്ങളെ എങ്ങനെ സഹായിക്കണമെന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. എത്തീം മക്കൾക്ക് ഒരു നേരത്തെ ഭക്ഷണം എങ്ങനെ ഉണ്ടാക്കാം എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോ നിങ്ങൾ ഈ ഇടുന്ന ഓരോ തെറി കമന്റും ഉസ്താദിന്റെ അക്കൗണ്ടിലേക്ക് അത് ഹസനാത്തുകളായിട്ടാണ് ചെല്ലുന്നുള്ളത് എന്നുള്ള ഒരു ബോധം നിങ്ങൾക്ക് വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനോട് ചോദിച്ചില്ലേ, മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ ആരാന്ന്? ഞാൻ ആ വിഷയം വിശദീകരിക്കുകയല്ല. ആ മുഫ്ലിസിൽ ഉൾപ്പെടണ്ട എങ്കിൽ തെറി പറയുന്നത് നിർത്തിക്കോളി. നിങ്ങളെ കുറിച്ച് ഉസ്താദിനെ അറിയില്ല, ഈ വീഡിയോ ചെയ്യുന്ന എന്നെയും ഉസ്താദിനെ അറിയില്ല. പക്ഷേ നമുക്ക് ഉസ്താദിനെ അറിയാം. ഉസ്താദിന്റെ ഓരോ പ്രവർത്തനങ്ങളെ നമുക്കറിയാം. ഉസ്താദ് അവിടുന്ന് ചെയ്യുന്ന ദീനി ഖിദ്മത്തുകൾ നമുക്കറിയാം. ഉസ്താദിനെ കുറിച്ച് പറയാൻ പോലും ഞാൻ അർഹനല്ല. അതുകൊണ്ട് ഇതുവരെ തെറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിരിക്കലും ഉസ്താദിനോട് മാപ്പ് പറയുക, അല്ലെങ്കിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ഏതായാലും ഞാൻ ഉസ്താദിനെ കുറിച്ച് പറയാൻ വേണ്ടി വന്നതല്ല. ഉസ്താദ് പറഞ്ഞ ഒന്ന് രണ്ട് വാക്കുകൾ അത് ബഹുമാനപ്പെട്ട ദേവർഷോല ഉസ്താദ് നമ്മോട് പറയുന്നുണ്ട്. ഉസ്താദ് പറയുന്നത് നമുക്ക് കേട്ടിട്ട് ബാക്കി പറയാം. 2014 നമ്മുടെ പാഠന്തര മർക്കസിൽ ഈ പരിസരത്ത് നിന്ന് ആയിരക്കണക്കായ പെൺകുട്ടികൾ, 30-35 വയസ്സൊക്കെ കഴിഞ്ഞ പെൺകുട്ടികൾ, 2, 3, 4 ഒക്കെ പെൺകുട്ടികൾ ഒരു വീട്ടിൽ പുരം നിറഞ്ഞു കിടക്കുമ്പോൾ ഒരു നിർണായക ഘട്ടത്തിൽ ഇതിന്റെ 20ാം വാർഷികത്തോടനുബന്ധിച്ച് പാഠന്തര മർക്കസിന്റെ പ്രസിഡന്റും ഷെയ്ഫന തന്നെയാണ്. അപ്പോ ഷെയ്ഫനയോട് ചെന്ന് പറഞ്ഞു, നമ്മുടെ ജില്ലയിലെ ഒരു അധോഗതി എന്ന് പറയാം, ജാതി മത വ്യത്യാസമില്ലാതെ എത്രയോ പാവങ്ങൾ ഒരു ജീവിതമില്ലാതെ കണ്ണീരൊഴുക്കി നടക്കുമ്പോൾ ചില ഉമ്മമാരുടെ, അമ്മമാരുടെ, ഉപ്പയുടെ, അച്ഛന്റെ പൊട്ടുന്ന മനസ്സ് കണ്ട് ഷെയ്ഖിനോട് എനിക്ക് ചെന്നു. 20ാം വാർഷികത്തോടനുബന്ധിച്ച് 20 പെൺകുട്ടികൾ, 20 പാവങ്ങൾ എന്ന് പറഞ്ഞപ്പോ അന്ന് ഷെയ്ഖിന പറഞ്ഞു, അതേ ഒരു 5 പാവം കൊടുത്തിട്ട് ഷെയ്ഖിനയുടെ നാവിൽ ആദ്യമായി ഉരുവിട്ടതാണ് ഒരു 5 പാവം കൊടുത്ത്. അങ്ങനെയാണ് ഒരുപാട് പാവങ്ങൾക്ക് ഒരു ജീവിതം കിട്ടൂല. അൽഹംദുലില്ലാ, ആ 5 പവന് 20 കുട്ടികൾ എന്നുള്ളത് 2000-ൽ പരം വരുന്ന പാവങ്ങളുടെ കല്യാണം കഴിഞ്ഞു. എല്ലാവർക്കും 5 പവന് കൊടുത്തിട്ടുണ്ട്. കല്യാണ ചെലവ്, ഒരു പുതിയാപ്പിള പെൺവീട്ടിലേക്ക് വരുമ്പോ ആ ചെറിയ ചെറിയ പാടികളൊക്കെ ആയിരിക്കും. അപ്പൊ പെൺവീട്ടുകാർക്ക് പുതിയാപ്പിള സ്വീകരിക്കാൻ പറ്റിയ ഒരു റൂം, അതിനുള്ള തയ്യാറെടുപ്പിന് 25,000 രൂപയുടെ റൂം സൗകര്യങ്ങളൊക്കെ. ഇങ്ങനെ 12,000 കുടുംബത്തിന്റെ കല്യാണം കഴിഞ്ഞു. ഒരു 10 പൈസ കടൽ. അന്ന് ഷെയ്ഖിന പറഞ്ഞൊരു വാക്കുണ്ട്, കുടുങ്ങൂല. ഇപ്പൊ അടുത്തും പറഞ്ഞു, ഒരു 10 പൈസ കടണ്ടാവില്ല, വിഷമാവില്ല. അങ്ങനെ ഒരു 10 പൈസ കടവില്ലാതെ ഈ 2000-ൽ പരം വരുന്ന കുട്ടികള് കല്യാണം കഴിച്ചവരൊക്കെ നല്ല റാഹത്തില് സന്തോഷത്തോടുകൂടെ ജീവിക്കുന്നുണ്ട്. വളരെ റാഹത്തിലാണ് ഈ പാവങ്ങൾക്കൊക്കെ. ഈ ഇരിക്കുന്ന എനിക്കിപ്പോ പേര് പലതും പറയാൻ സാഹചര്യം ഒക്കുന്നില്ല. ഷെയ്ഖിനെ എത്തിയിട്ടല്ല പറയുന്നത്. ഈ കണ്ട പണ്ഡിത നിലയിലെ ഷെയ്ഖിനയുടെ ചാരിത്രയോടെയായി നിക്കാഹ് ചെയ്തു പോയ, അതുപോലെ തന്നെ മുസ്ലിം കുടുംബങ്ങൾ എല്ലാവരും നല്ല റാഹത്തില് സന്തോഷത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു വിഷമവും ഒരു പ്രയാസമൊന്നും അല്ലാഹു തആല തന്നിട്ടില്ല. ബഹുമാനപ്പെട്ട ദേവർഷോല ഉസ്താദ് പറഞ്ഞത് കേട്ടില്ലേ? അവിടുത്തെ പാഠന്തര മർക്കസിന്റെ 20ാം വാർഷികവുമായി ബന്ധപ്പെട്ട് ആ നാട്ടിലെ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ഒരുപാട് പെൺകുട്ടികൾ കല്യാണപ്രായമെത്തിയിട്ട് വയസ്സ് കൂടിയിട്ട് വീടുകളിൽ കല്യാണം കഴിയാതെ നിൽക്കുന്നുണ്ട്. അപ്പോ നമുക്കൊരു സമൂഹ വിവാഹത്തിനെ കുറിച്ച് ആലോചിച്ചൂടെ എന്നും പറഞ്ഞിട്ടാണ് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ അടുത്ത് പോകുന്നത്. പാഠന്തര മർക്കസിന്റെയും പ്രസിഡന്റ് കാന്തപുരം ഉസ്താദ് തന്നെയാണ്. അങ്ങനെ കാന്തപുരം ഉസ്താദിനോട് ചോദിക്കുമ്പോ ഉസ്താദ് പറഞ്ഞത് ഒരു 5 പവൻ വെച്ച് കൊടുത്തിട്ട് കല്യാണം കഴിച്ചു കൊടുത്തോളുന്ന. അങ്ങനെ 20 പെൺകുട്ടികളിൽ തുടങ്ങിയതാ, അത് 2000-ൽ കൂടുതൽ കഴിഞ്ഞു. ഇപ്പോ ഇതാ മെഗാ മാരേജ്, അതായത് മഹാസമൂഹ വിവാഹമായിട്ട് 850-ൽ പരം പെൺകുട്ടികളുടെ കല്യാണം കൂടെ കഴിച്ചു കൊടുത്തു. ഇവിടെ ഉസ്താദ് പറഞ്ഞ ആ വാക്ക് 5 പവൻ കൊടുത്തിട്ട് കെട്ടിച്ചു കൊടുത്തോളൂ,
അങ്ങനെ 5 പവൻ വെച്ചിട്ടാണ് അന്ന് കെട്ടിച്ചു കൊടുത്തത്. മാത്രമല്ല പെൺവീട്ടുകാർക്ക് ഈ പുതിയാപ്പിള വരുന്ന സമയത്ത് വീട് റൂം അലങ്കരിക്കാൻ വേണ്ടി 25,000 രൂപയും വെച്ചു കൊടുത്തു. നിങ്ങളൊന്ന് നോക്കണം. അതുപോലെ തന്നെ വസ്ത്രം കൊടുത്തു, ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം കൊടുത്തു. ഇതൊക്കെ കൊടുത്തിട്ടാണ് ഈ കല്യാണം കഴിച്ചു കൊടുക്കുന്നത്. ഇന്നിപ്പോ 850 പരം പെൺകുട്ടികളുടെ കല്യാണവും കഴിഞ്ഞു. ഇവിടെയൊക്കെ ഉസ്താദ് പറഞ്ഞ ഒരു വാക്കുണ്ട്, എന്താ? നിങ്ങൾ എവിടെയും കുടുങ്ങൂല. ഉസ്താദ് പറയുന്നതാ, നിങ്ങൾ എവിടെയും കുടുങ്ങൂല എന്ന് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല എവിടെയും കുടുക്കിയിട്ടില്ല, 1 രൂപ കടമില്ല. ഇതേപോലെ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദാണ് മിനിഞ്ഞാന്ന് ഒരു കുട്ടിക്ക് 1 രൂപ എന്നുള്ള രൂപത്തിൽ 850 കുട്ടിക്ക് 850 രൂപ ചലഞ്ച് വെച്ചത്. മണിക്കൂറുകൾക്കകം കോടികളാണ് അക്കൗണ്ടിലെത്തിയത്. 24 മണിക്കൂർ കഴിയുമ്പോ 48 മണിക്കൂർ കഴിയുമ്പോ എന്ന് പറഞ്ഞിട്ട് കോടികൾ ഇങ്ങനെ കൂടിയതാ. അതൊക്കെ കണക്കുണ്ട്. അള്ളാഹുവിന്റെ അടുത്ത് കണക്ക് ബോധ്യപ്പെടുത്തണം എന്ന ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് അതൊക്കെ ചെലവാകുന്നത് നല്ല നിലയിൽ തന്നെയാണ് എന്ന് ഉറച്ച വിശ്വാസമുള്ളത് കൊണ്ടാണ് ഓരോ ആളുകളും അതിലേക്ക് സഹായിച്ചിട്ടുള്ളത്. അവിടെ ജാതിയോ മതമോ ഉസ്താദ് നോക്കിയിട്ടില്ല. ജാതിയും മതവും നോക്കാതെയാണ് ഈ കല്യാണം കഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നാലോ അവരുടെയൊക്കെ ഒരു ഭാഗ്യമാണ്. എന്താ? ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള പണ്ഡിതന്മാർ നിക്കാഹ് കഴിച്ചു കൊടുത്ത കുടുംബങ്ങളൊക്കെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ജീവിക്കുന്നുള്ളത്. അതുപോലെ തന്നെ ഇതര മതത്തിൽപ്പെട്ട ആളുകളുടെ കല്യാണം കഴിച്ചു കൊടുത്തവര് അവരും വളരെ സന്തോഷത്തോടു കൂടിയാണ് ജീവിക്കുന്നുള്ളത് എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും ഒരുപാട് പേർക്ക് കാരുണ്യം ചെയ്യുവാൻ, ഒരുപാട് ആളുകളുടെ കണ്ണുനീരൊപ്പാൻ ഉസ്താദിനും നമുക്കും അല്ലാഹു തആല തൗഫീക്ക് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കൂടുതലായി ഒന്നും പറയുന്നില്ല, കാരണം ഉസ്താദിന്റെ ഒരു ദിവസത്തെ പോയിട്ട് 1 മണിക്കൂറുള്ള പ്രവർത്തനങ്ങൾ പറയാൻ പോലും ഞാൻ അർഹനല്ല. അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്നുള്ള ദുആ അല്ലാതെ എൻ്റെ കയ്യിൽ ഒന്നുമില്ല, എനിക്കൊന്ന് പറയാനും അറിയില്ല. അതുകൊണ്ട് എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും ഉസ്താദിനും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകൾക്കൊക്കെ വേണ്ടി ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.